ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് രേഷ്മി ഫ്രം ട്രെൻഡി ത്രെഡ്സ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രോസ് സ്റ്റിച്ച് ആണ് കേട്ടോ. നമ്മൾ എംബ്രോയിഡറി ചെയ്യുമ്പോൾ എല്ലാ സ്റ്റിച്ചുകൾക്കും ലൈന് വരച്ച് ചെയ്യണമെന്നില്ല. പക്ഷെ ചില സ്റ്റിച്ചുകൾ നമ്മൾ ലൈന് വരച്ച് തന്നെ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് പഠിക്കുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പഠിച്ചതിന് ശേഷം നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ 2 ലൈന് വരച്ച് കൊടുത്തു, ഡോട്ട്സ് ഇട്ട് കൊടുത്തു. ഡോട്ട്സ് ഇട്ട് കൊടുത്തത് ഒന്നുകൂടെ സ്റ്റിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഡോട്ട്സ് ഇട്ട് കൊടുത്തത്. അപ്പൊ നമുക്ക് ക്രോസ് സ്റ്റിച്ച് എങ്ങനെയാ ചെയ്യുന്ന നോക്കാം. ഫസ്റ്റ് ലൈനിൽ ഫസ്റ്റ് ഡോട്ടിലും സൂചി അടിയിൽ നിന്ന് കുത്തി മുകളിലോട്ട് എടുത്തു. എന്നിട്ട് സെക്കൻഡ് ലൈനിൽ സെക്കൻഡ് ഡോട്ടിൽ കുത്തി ഫസ്റ്റ് ലൈനിലേക്ക്, അതായത് സെക്കൻഡ് ലൈനിലെ ഫസ്റ്റ് ലൈനിലേക്ക് കുത്തിയെടുത്തു കേട്ടോ. എന്നിട്ട് കംപ്ലീറ്റ് ത്രെഡ് ഞാൻ മുകളിലോട്ട് വലിച്ചു. അടുത്ത സെക്ഷനിൽ ഞാൻ ഫസ്റ്റ് ലൈനിൽ തേർഡ് ഡോട്ടിൽ ഞാൻ സൂചി കുത്തി മുകളിലോട്ട് എടുത്തു. എന്നിട്ട് സെക്കൻഡ് ലൈനിൽ സെക്കൻഡ് ഡോട്ടിൽ കുത്തി സൂചി കംപ്ലീറ്റ് ത്രെഡും ഞാൻ താഴോട്ട് വലിച്ചു കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഫസ്റ്റ് ലൈനിൽ സെക്കൻഡ് ഡോട്ടിൽ സൂചി കുത്തി മുകളിലോട്ട് എടുത്തു. എന്നിട്ട് സെക്കൻഡ് ലൈനിൽ തേർഡ് ഡോട്ടിൽ സൂചി കുത്തി കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് വലിച്ചു കേട്ടോ. അങ്ങനെ ബാലൻസ് ലൈനും നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഒന്ന് ശ്രദ്ധിക്കണം, നോട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് ടൈറ്റിലിടണം, ഇല്ലെങ്കിൽ സ്റ്റിച്ച് ലൂസ് ആയിപ്പോൾ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നമുക്ക് എംബ്രോയിഡറി പഠിച്ചെടുക്കാനായിട്ട്. അതായത് നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നമുക്കിത് ചെയ്യണോ ചെയ്യണ്ടേ എന്നൊരു കൺഫ്യൂഷൻ വന്നാലും 1-2 സ്റ്റിച്ച് കഴിയുമ്പോൾ നമുക്കത് ഒരു ഇഷ്ടം തോന്നും അതിനോട്. പിന്നീട് നമുക്കത് വിടാനേ തോന്നത്തില്ല. പിന്നീട് നമ്മളത് ഇംപ്രൂവ് ചെയ്യാനേ തോന്നുള്ളൂ നമുക്ക്. സോ ഇംപ്രൂവ് യുവർ സ്കിൽ. നമ്മളുടെ കഴിവുകൾ എവിടെയൊക്കെ തെളിയിക്കാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മളുടെ കഴിവുകൾ തെളിയിക്കണം. നമ്മൾ മടി പിടിച്ചത് മാറ്റി വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് പേരത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇനി അങ്ങനെ ചെയ്യരുത്. നമ്മൾക്ക് പൂർണ്ണമായും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും അറിയാത്ത കാര്യമാണെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് കയറി നിൽക്കണം. അറിഞ്ഞ കാര്യമാണെങ്കിൽ ധൈര്യത്തിൽ എനിക്കത് അറിയും എന്ന് പറയാം.